ഇതൊരിക്കൽ ഈ പീഡന പരാതി പോലീസിലെത്തിയതാണ്. പക്ഷേ പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തില്ല. അപ്പോൾ അല്പം മുമ്പ് സന്ദീപ് വാര്യർ പറഞ്ഞത് പോലീസിൽ ശ്രീകൃഷ്ണകുമാറിനുള്ള സ്വാധീനമാണ് ആ കേസെടുക്കാതിരുന്നതിന് കാരണമെന്നാണ്. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഈ ഇര അല്ലെങ്കിൽ പരാതിക്കാരി പോലീസിൽ പരാതി നൽകാൻ തയ്യാറാവുമോ? പുതിയ സാഹചര്യത്തിൽ അവർ എന്താണ് തീരുമാനിക്കുക എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. അവർ പാർട്ടിയിൽ നിന്നും ഒരു നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പുതുതായി ചാർജ് എടുത്ത ഈ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകുന്നത്. ഇതിൽ BJP പൂർണ്ണമായി തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കും എന്ന് തന്നെ വേണം ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ ഒരു പാർട്ടി അന്വേഷണം നടത്തി അതിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഇത് ഈ കാര്യങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക്, പ്രതിപക്ഷ നേതാവിന്റെ ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കൃഷ്ണകുമാറിന് പൂർണ്ണമായി സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഏതാണ്ട് 12 വർഷം മുൻപ് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ നിയമ നടപടികളുമായി പോയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നൊരു സംശയം ഈ ഇരയും അവർക്കൊപ്പം ഉള്ള ആളുകൾക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പീഡന പരാതിയായി കൃത്യമായി അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പോലീസിന് മുന്നിലോ കോടതിക്ക് മുൻപിലോ ഒരു കേസും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസും ഇവരെ ശാരീരികമായി മർദ്ദിച്ചു എന്ന കേസുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് കോടതി തീർപ്പാക്കിയത്. അതിൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കേസോ FIR ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇവർ പാർട്ടിക്കകത്ത് മാത്രമാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. ഇന്നലെ ഈ പുറത്തു വന്ന അവരുടെ പരാതിയിലും ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവർ ഈ RSSന്റെയും BJPയുടെയും പല പ്രധാന നേതാക്കൾക്കും പരാതി നൽകിയിരുന്നതായി അവരുടെ ആ പരാതിയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുവരെ അവർ നിയമ നടപടികളുമായി ഈ വിഷയത്തിൽ പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം.